ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ഗൈസ്. ഞാനങ്ങനെ കാത്തിരുന്ന് അവസാനം നമ്മുടെ സ്കൂൾ അങ്ങനെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ജൂൺ 3-നാണ് എൻ്റെ സ്കൂൾ തുറന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് നേരെ സ്കൂളിൽ പോവുകയാണ് ഗൈസ്. എൻ്റെ പുതിയ സ്കൂളാണ്. അപ്പോൾ നമ്മുടെ സൈക്കിളിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് കുറേ കൂട്ടുകാരന്മാരെ പരിചയപ്പെടാനുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ എക്സൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ പുതിയ കൂട്ടുകാരന്മാരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് എക്സൈറ്റ് ആയി നിൽക്കുന്നത്. ടീച്ചർ ഏതായിരിക്കും എനിക്ക് യാതൊരു ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല. ഗൈസ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഞാൻ അങ്ങനെ വന്നപ്പോൾ എനിക്ക് 4 ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ക്ലാസ് റൂം. ഇതേ ക്ലാസ്സിൽ 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ടീച്ചർ വന്നിട്ടില്ല. എടേ, ഇതാണോ ടീച്ചർ? ഗൈസ്, ഇതാ സ്കെയറി ടീച്ചർ അല്ലേ? ഗൈസ്, ഈ തളച്ചിന് അറിയപ്പെടുന്ന ഒരു ഗെയിമിലാണ്. നീ എന്താ അവിടെ പിടിക്കുന്നത്? സ്റ്റാൻഡപ്പ്. അയ്യോ പെട്ട്. എന്താ ടീച്ചറെ? 5 + 5 എത്രയാടാ? 10. എടാ, നിനക്കൊന്നും അറിയത്തില്ലല്ലേ? 5 + 5 11 അല്ലടാ. അല്ല ടീച്ചറെ. അയ്യോ, ഇതെന്തോന്ന്? ഞാൻ വീട്ടിലല്ലേ? ഇതെവിടെയാണ്? ഇത് ക്ലാസ് റൂം. രാത്രി ആയോ? ഇതെന്താ ടീച്ചർ ബാക്കിലേക്കുന്നേ? ഗൈസ്, എന്നെ ഇടിച്ചിട്ടത് എനിക്കിപ്പോഴാണ് ഓർമ്മ. അയ്യോ, തല്ലല്ലേ. അയ്യോ ഗൈസ്, എങ്ങനെയോ ഞാൻ കയറൂരി മണ്ടിയിട്ടുണ്ട് ഗൈസ്. തള്ളച്ചിക്ക് വട്ടായെന്ന് തോന്നി എന്നെ പിടിച്ചിടിക്കുന്നത് ഗൈസ്. 5 + 5 10 അല്ലാതെ പിന്നെ 11. ടീച്ചർക്ക് ഒരു കണക്കുറയില്ലെന്ന് തോന്നുന്നു. എന്നിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. എടാ, എന്താണത്? എന്തൊക്കെയാണ് നടക്കുന്നത് ഗൈസ്? എനിക്കെന്തായാലും ആ ടീച്ചർക്ക് തിരിച്ചൊരു പണി കൊടുക്കണം. അപ്പോൾ ഞാനല്ല പണി കൊടുക്കുന്നത്. എനിക്കൊരു കൂട്ടുകാരനുണ്ട്. അവൻ ഡെയിലി ഈ ഒരു ടീച്ചർക്ക് പണി കൊടുക്കലാണ് പണി. എന്തായാലും ഞാൻ അവനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവൻ്റെ ഫോട്ടോ എൻ്റെ ഗ്യാലറിയിലുണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, ഇതാണ് അവൻ കേട്ടോ ഗൈസ്. ഇവനാണ് ഡെയിലി ടീച്ചർക്ക് ഒരു പണി കൊടുക്കാറ്. അപ്പോൾ നമുക്ക് എന്തായാലും അവനൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം. ഹലോ. നീയോ? എന്താ കാര്യം? നീ ഡെയിലി ഒരു പണി കൊടുക്കുന്ന ടീച്ചറില്ലേ? മറ്റേ ടീച്ചറാ, മനസ്സിലായി. എന്താ കാര്യം പറ. ആ ടീച്ചറാടാ എൻ്റെ ക്ലാസ് ടീച്ചർ. സെറ്റാണല്ലോ. അല്ല, വിളിച്ച കാര്യം പറ. അത് ടീച്ചർക്ക് ഇട്ടൊരു ചെറിയ പണി എടുക്കണം. 5 + 5 ചോദിച്ചു. ഞാൻ ആൻസർ പറഞ്ഞു 10 അല്ലേ? 10 അല്ലേ? പിന്നെ 10 അല്ലാതെ 11 ആണോ? അതന്നെയാ പറഞ്ഞു. ടീച്ചർ പറയുന്നത് 11 11 ആന്ന്. എടാ, നീ ഒരു പ്ലാൻ പറഞ്ഞുതരും? അതൊക്കെ സെറ്റ് ആക്കി തരാം. നീ നേരെ നമ്മുടെ സൈറ്റിലേക്ക് വന്നാൽ മതി. സൈറ്റിക്കോ? ഓക്കെടാ ഗൈസ്. അപ്പം നാളെ രാവിലെ സൈറ്റിക്ക് വരാനാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്തായാലും നാളെ രാവിലെ ചെന്ന് സൈറ്റിക്ക് തന്നെ പോകണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കടന്നുറങ്ങി നാളെ രാവിലെ നമുക്ക് സൈറ്റിക്ക് എന്തായാലും പോകണം. ക്ലാസ് കട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ സൈറ്റിക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ക്ലാസ് ഞാൻ കയറുന്നില്ല. ഓക്കെ, അത് പോട്ടെ. നമുക്ക് ക്ലാസ്സിൽ കയറണ്ടെന്ന്. നമുക്ക് എന്തായാലും അവൻ പറഞ്ഞ പോലെ നമുക്കൊരു പണി കൊടുക്കാം. നമ്മുടെ എൻ്റെ ക്ലാസ് തുടങ്ങുന്നത് 10 മണിക്കാണ്. അപ്പോൾ നമ്മൾ ഒരു 9:30 ഇറങ്ങിയാലാണ് നമ്മുടെ 10 മണിക്ക് ക്ലാസ്സിലെത്തുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം സമയം 8:30 ആയിട്ടുള്ളൂ. നമുക്കെന്തായാലും ചിലപ്പോൾ ക്ലാസ്സിൽ കയറാം. ഓക്കെ, അവൻ പറഞ്ഞ പണി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്. ഞാനങ്ങനെ അവൻ പറഞ്ഞ പോലെ സൈറ്റിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ്. പിന്നെ അവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കണ്ടെയ്നർ സെറ്റ് ആക്കണമെന്ന്. അപ്പോൾ കണ്ടെയ്നർ ഇപ്പം ഞാൻ സെറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലൊരു ചീറ്റ് കോഡ് അടിച്ചാൽ നമുക്കൊരു സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ കണ്ടെയ്നർ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ RGS ടൂളിൽ കയറി നമ്മൾ C2 അടിക്കുകയാണ്. ഓക്കെ, നമ്മൾ C2 അടിച്ചിട്ട് ഇതേ നമ്മുടെ കണ്ടെയ്നർ അങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടി മൊത്തം നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓപ്പണാണ് ഇതിൻ്റെ അടി. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ടീച്ചർക്കൊന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, റിങ് ചെയ്യുന്നുണ്ട്. ഹലോ, ക്ലാസ് 7B ക്ലാസ് ടീച്ചർ അല്ലേ? അതെ, ഇതാരാണ്? ടീച്ചർ നല്ല കെട്ടിയിട്ടത് ഓർമ്മയുണ്ടോ? എന്തിനാ വിളിച്ചത്? അതെ, ടീച്ചറാ മറ്റേ ടീച്ചറിൻ്റെ വീടിൻ്റെ അടുത്തൊരു സൈറ്റ് ഇല്ലേ? അതെ, അവിടേക്കൊന്ന് വരാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. ഞാൻ വരാം. അങ്ങനെ ടീച്ചർ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി എന്തായാലും നമുക്ക് ടീച്ചർക്ക് വേണ്ടി കാത്തിക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ സൈക്കിളൊന്ന് കൊണ്ടുപോയി ഒളിപ്പിച്ചേക്കണം. ഞാനങ്ങനെ സൈക്കിൾ ഒളിപ്പിച്ചൊക്കെ ഇതിൻ്റെ മുകളിലാണ്. ഓക്കെ, ഇവിടെ ഇരുന്നോട്ടെ നമ്മുടെ സൈക്കിൾ. അല്ലേ ടീച്ചർ കണ്ടാൽ നമ്മളെ പിടിക്കുന്നതായിരിക്കും. ഇവനത് അതിൻ്റെ മുകളിൽ കയറിക്കുന്നത്. ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവൻ്റെ പ്ലാനാണിത്. ഇതേ ഇവിടെ മൊത്തം പൈസക്കെട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കുന്ന നേരത്തെ നമ്മളൊരു കണ്ടെയ്നർ അങ്ങനെ തലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അത് സീനൊന്നുമില്ല, നമ്മുടെ കണ്ടെയ്നർ അടി ഓപ്പൺ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ടീച്ചർക്ക് വേണമെങ്കിൽ കുറച്ച് കണ്ട് നമുക്ക് ഡോറും കാര്യങ്ങളൊക്കെ തുറന്നു കൊടുക്കാം. അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.